കേന്ദ്ര സർക്കാരിന്റെ വിദേശ യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ടതിനെ ന്യായീകരിച്ച് ഡോക്ടർ തരൂർ എംപിയുടെ പ്രസ്താവനയിൽ കോൺഗ്രസ് ശരിക്കും വെട്ടിലായി. വെടിനിർത്തലിലെ മൂന്നാം കക്ഷി ഇടപെടലിനെ ന്യായീകരിച്ചതിന് പിന്നാലെ പുതിയ പ്രതികരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വായടപ്പിക്കുന്നതായി. ഡോക്ടർ തരൂരിന്റെ അടുത്ത നീക്കം എന്ത് എന്ന് വ്യക്തമല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുന്നു. ദേശീയ സേവനത്തിനാണ് അവർ ആവശ്യപ്പെട്ടത്. അത് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എൻ്റെ വാക്കും കൊടുത്തു. വിഷയം ഏതായാലും കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കി വെക്കുക എന്നതാണ് ഡോക്ടർ ശശി തരൂർ എംപിയുടെ ഇപ്പോഴത്തെ ശീലം. കേരളത്തിലെ ഇടത് സർക്കാരിന്റെ വ്യവസായ നേട്ടത്തെ പിന്തുണച്ച ലേഖനം, യൂണിവേഴ്സിറ്റി ദിനപത്രം നൽകിയ പോഡ്കാസ്റ്റിലെ വിമർശനങ്ങൾ തുടങ്ങി തരൂർ കേന്ദ്രബിന്ദുവായ വിവാദങ്ങൾ അനവധിയാണ്. വ്യക്തിപരമായ അഭിപ്രായം എന്ന പേരിൽ നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം കൊടുക്കിലാകുന്നത് കോൺഗ്രസ് ആണ്. അതുപോലൊരു സന്ദർഭമാണ് വിദേശ പ്രതിനിധി സംഘത്തെ അയക്കുന്ന വിഷയത്തിലും ശശി തരൂർ സൃഷ്ടിച്ചിരിക്കുന്നത്. വിദേശ പ്രതിനിധി സംഘത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാരിന് കൈമാറിയ പട്ടികയിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. കോൺഗ്രസ് പട്ടികയിൽ പേരില്ലായിരുന്നെങ്കിലും തരൂരിനെ അമേരിക്കയിലേക്കുള്ള സംഘത്തിൽ ഉൾപ്പെടുത്താനുള്ള കൗശലം കേന്ദ്ര സർക്കാർ കാണിച്ചു. വെടിനിർത്തലിലെ മൂന്നാം കക്ഷി ഇടപെടൽ കോൺഗ്രസ് സാക്ഷ്യം ഉന്നയിച്ച് നിൽക്കുമ്പോൾ നടത്തിയ പ്രതികരണമാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാണ്. സിംല കരാറും ഇന്ദിരാഗാന്ധിയുടെ നിലപാടും ഉയർത്തി കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ അനുകൂല പ്രതികരണം വന്നത്. തരൂരിനെ പ്രതിനിധി സംഘത്തിലേക്ക് ക്ഷണിച്ചാൽ കോൺഗ്രസ് വീണ്ടും വെട്ടിലാകുമെന്ന് BJPക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുതന്നെ സംഭവിച്ചു. ക്ഷണം സ്വീകരിച്ച ശശി തരൂർ അതുവഴി സ്വന്തം പാർട്ടിയെ വീണ്ടും കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടു. നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ദേശസ്നേഹം നിറഞ്ഞ തരൂരിന്റെ പ്രതികരണത്തെ ഖണ്ഡിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത്. തരൂരിനെ തള്ളിപ്പറഞ്ഞാൽ അതാകും അടുത്ത രാഷ്ട്രീയ വിവാദം. തരൂരിന്റെ സമീപകാല രാഷ്ട്രീയ നിലപാടുകളിൽ സംശയമുള്ളതിനാൽ കടുത്ത സംഘടനാ നടപടി സ്വീകരിക്കാനും കോൺഗ്രസിന് കഴിയുന്നില്ല. 24 തിരുവനന്തപുരം.